ഹലോ ഗൈസ്, നമ്മളിത് ഈ ഡാഡീനെയായിട്ട് ഇവിടം വരെ എറണാകുളം വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ വഴി നമ്മൾ എന്തായാലും ബ്രോഡ്വേ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡാഡി അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് മേത്തർ ബസാറിൽ കയറാം, മേനക വഴി എന്തായാലും നമ്മൾ കയറി ഇറങ്ങുകയല്ലേ. അപ്പോൾ ഇവന് മഴയത്ത് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 സാധനങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബാക്ക് ടു സ്കൂളിലേക്കുള്ളത്. അങ്ങനെ ദേ നമ്മൾ മേത്തർ ബസാറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇപ്പോഴാണ് ലാസ്റ്റ് മൊമെന്റിലാണ് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയത്, നമ്മളെപ്പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അച്ചറ സാധനങ്ങൾ. അപ്പോൾ എൻ്റെ സ്കൂളിൽ കമ്പൽസറി ആയിട്ട് മഴയത്ത് ഷൂ വേണ്ട, ചെരുപ്പ് മതി. ബ്ലാക്ക് ഒരു ബെൽറ്റിൻ്റെ ചെരുപ്പാണ്. ഇപ്പോൾ ഈ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ സൈസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേറെ എണ്ണം എടുത്തു കേട്ടോ. അപ്പോൾ എന്താണ് എടുത്തതെന്നുള്ള അടുത്ത വീഡിയോ കാണാം. ഇങ്ങനെ ബാഗുകളുടെ ഓരോ വെറൈറ്റി കാണുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഡാഡി പറയും 1-2 ബാഗ് വാങ്ങിച്ചവർക്ക് പോരാ, ഇനിയും അവൾ ബാഗിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെയും കൈയും പിടിച്ചിങ്ങനെ നടക്കുന്നതാണ്. ഞങ്ങൾ വഴിയരികിൽ ഇങ്ങനെ വെറൈറ്റി ഓരോ കാര്യങ്ങൾക്ക് ഓരോ വെറൈറ്റി ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്തോരു സന്തോഷമാണ്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിപ്പിള്ളേരെ കണക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഒരു കുട എടുത്തു കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ചേട്ടായിക്ക് വേണ്ടിയിട്ട് ഒരു കുട എടുത്തു. ഇനി ഞാൻ ഡാഡി എടുത്ത് പറയാം റെയിൻ കൂട്ടി വാങ്ങാൻ ഡാഡി എന്നൊക്കെ പറഞ്ഞു വന്നത്. ഡാഡി എന്നെ അന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടിനും കൂടി ഒരുമിച്ച് പോകുന്നുണ്ടേ. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പ്ലാൻ ലിസ്റ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരിയല്ല, എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഇനിയും ലോങ്ലി ഞാൻ കാണിക്കാം കേട്ടോ, വീഡിയോക്കകത്ത് കാണിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്, വിശന്ന് ചത്തു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിത് ഈ ചായ കുടിക്കാൻ, ഞാൻ പണ്ട് 10 വർഷത്തിന് മുമ്പ് വർക്ക് ചെയ്ത അവിടെ ഉള്ള ഒരു കടയായിരുന്നു കേട്ടോ, ഉമ്മീസ്. അന്നത്തെ സമയത്ത് സൂപ്പർ കട്ട്ലേറ്റ് ആയിരുന്നേ. ഇന്ന് വെക്കാൻ കൊള്ളത്തില്ല, കാശിനുള്ളിലത്തെ സാധനം 125 രൂപയ്ക്ക് ഞങ്ങൾ ചായയും കുടിച്ച് അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായി കേട്ടോ നമ്മൾ തിരിച്ചു വന്നപ്പോൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്തൊക്കെയാണ് ഞാൻ അടുത്ത ഷോർട്സിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, താങ്ക് യു.